എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി പെയ്തിറങ്ങിയത് കേവലം ഫോറുകളുടെയും സിക്സറുകളുടെയും മഴ മാത്രമായിരുന്നില്ല, മറിച്ച് കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണുകളെ ഈറനണിയിച്ച വികാരങ്ങളുടെ ഒരു മഹാപ്രവാഹം കൂടിയായിരുന്നു. ക്രിക്കറ്റ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു ജെന്റിൽമാൻ ഗെയിം എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് ഇഷാൻ കിഷനു വേണ്ടി പാറ്റ് കമ്മിൻസ് കാണിച്ചുകൊടുത്ത ആ വലിയ മാതൃക ലോകത്തോട് വിളിച്ചു പറയുന്നു. പഞ്ചാബ് കിങ്സിനെതിരായ ആവേശകരവും ചരിത്രപരവുമായ വിജയത്തിനു ശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ ചടങ്ങ് ആരംഭിച്ചപ്പോൾ ആ സ്റ്റേഡിയം മുഴുവൻ അലയടിച്ചിരുന്നത് ഒരേയൊരു പേരായിരുന്നു. പഞ്ചാബിന്റെ ബാറ്റിംഗ് നിരയെ തന്റെ മാരകമായ ബൌളിംഗിലൂടെ നാമാവശിഷ്ടമാക്കിയ സാക്ഷാൽ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന്റെ പേര്. തന്റെ മാന്ത്രിക സ്പെല്ലിനും അവിശ്വസനീയമായ ക്യാപ്റ്റൻസിക്കും അർഹിച്ച മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഔദ്യോഗികമായി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ IPL 2026-ലെ ഏറ്റവും വികാരഭരിതമായ ഒരു രംഗത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതിയായ അഭിമാനത്തോടെ വേദിയിലെത്തിയ കമ്മിൻസ് ആ തിളങ്ങുന്ന ട്രോഫി കൈകളിൽ ഏറ്റുവാങ്ങി. എന്നാൽ മൈക്ക് കൈയിലെടുത്ത് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയ നിമിഷം അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. വളരെ ശാന്തതയോടെയും തികഞ്ഞ ആത്മാർത്ഥതയോടെയും കമ്മിൻസ് ലോകത്തോട് പറഞ്ഞു, ഇന്ന് ഈ പുരസ്കാരം എന്റെ കൈകളിലാണെങ്കിലും ഈ വിജയത്തിന്റെ യഥാർത്ഥ ശില്പിയും ഇതിന്റെ യഥാർത്ഥ അവകാശിയും ഇഷാൻ കിഷനാണ്. ടീമിന് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അവൻ തന്റെ ജീവൻ നൽകി പൊരുതി. ഇത് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം പോലും വൈകാതെ കമ്മിൻസ് ഇഷാനെ വേദിയിലേക്ക് വിളിക്കുകയും തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തെ സാക്ഷിയാക്കി തന്റെ മാൻ ഓഫ് ദ മാച്ച് ട്രോഫി ആ യുവതാരത്തിന്റെ കൈകളിലേക്ക് നൽകുകയും ചെയ്തു. തന്റെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിൽ നിന്ന് അപ്രതീക്ഷിതമായി ലഭിച്ച തികച്ചും അവിശ്വസനീയവും ഹൃദയം കീഴടക്കുന്നതുമായ ആ ആദരവ് കണ്ടപ്പോൾ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷന് തന്റെ ഉള്ളിൽ അലയടിച്ച വികാരങ്ങളെയും കണ്ണുനീരിനെയും നിയന്ത്രിക്കാനായില്ല. കമ്മിൻസ് ആ പുരസ്കാരം ഇഷാനിന്റെ നേരെ നീട്ടിയ നിമിഷം ലോകത്തിനു മുന്നിൽ ആ യുവതാരത്തിന്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുകയും കണ്ണുനീർ ഒരു അരുവിയായി ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു. ആ വലിയ പ്രസന്റേഷൻ വേദിയിൽ വെച്ച് ചെറിയ കുട്ടികളെ പോലെ ഇഷാൻ പൊട്ടിക്കരഞ്ഞു. കവിളുകളിലൂടെ ഒഴുകിയിറങ്ങിയ ആ ചുടു കണ്ണുനീർ അവന്റെ ജേഴ്സിയെ നനച്ചു. തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു വാക്കുപോലും ബാക്കിയില്ല എന്നവണ്ണം അവൻ നിശബ്ദനായി നിന്നുപോയി. പൊതുവേദിയിൽ ഇങ്ങനെ വികാരഭരിതനായി പൊട്ടിക്കരയുന്ന ഇഷാനിനെ കണ്ടപ്പോൾ രാജീവ് ഗാന്ധി സ്റ്റേഡിയം മുഴുവൻ ഇഷാൻ ഇഷാൻ എന്ന മന്ത്രത്താൽ മുഖരിതമായി. അവിടെയുണ്ടായിരുന്ന ഓരോ കാണിയുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. ആ കാഴ്ച അത്രമേൽ ഹൃദയസ്പർശിയായിരുന്നു. ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് പോലും തന്റെ സ്ഥാനത്ത് നിന്ന് മാറി ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ മുന്നോട്ട് വന്ന് ഇഷാനെ കെട്ടിപ്പിടിച്ചു. വളരെ നേരം ആശ്വസിപ്പിച്ചതിനു ശേഷം അല്പം സമനില വീണ്ടെടുത്ത ഇഷാനിന്റെ കൈകളിലേക്ക് മൈക്ക് നൽകിയപ്പോൾ ഡ്രസ്സിംഗ് റൂമിലെ പരസ്പര ബഹുമാനത്തിന്റെ ആഴം വ്യക്തമാക്കുക മാത്രമല്ല, പാറ്റ് കമ്മിൻസിന്റെ നിസ്വാർത്ഥവും മാന്ത്രികവുമായ നേതൃത്വ പാടവത്തിന്റെ നേർചിത്രം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുകയും ചെയ്യുന്ന ഒരു ചരിത്രപരമായ പ്രസ്താവനയാണ് അവൻ നടത്തിയത്. വിതുമ്പിക്കൊണ്ടും ഇടറുന്ന ശബ്ദത്തോടെയും ഇഷാൻ പറഞ്ഞു, എന്റെ ചെറിയ കരിയറിൽ ഞാൻ ഒരുപാട് ക്യാപ്റ്റന്മാർക്ക് കീഴിൽ കളിച്ചിട്ടുണ്ട്, നിരവധി ഇതിഹാസങ്ങളുടെ നേതൃത്വത്തിൽ മൈതാനത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ പാറ്റ് കമ്മിൻസ് ഭായിയെ പോലെ ഇത്രയും വിശാലമായ സ്വർണം പോലെയുള്ള ഒരു ഹൃദയമുള്ള മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇടറുന്ന ശബ്ദത്തിൽ ഇഷാൻ തുടർന്നു, മത്സരത്തിന്റെ തുടക്കത്തിൽ പന്ത് ബാറ്റിലേക്ക് വരാതിരിക്കുകയും ഞാൻ കടുത്ത സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്തപ്പോഴാണെങ്കിലും കമ്മിൻസ് ഭായ് എന്നിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിക്കുകയും എനിക്ക് സ്വതന്ത്രമായി കളിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. തനിക്ക് ലഭിച്ച മാൻ ഓഫ് ദ മാച്ച് അവാർഡ് എനിക്ക് നൽകിക്കൊണ്ട് ഇന്ന് അദ്ദേഹം എനിക്ക് നൽകിയ ആ അമൂല്യമായ ആദരവ് എന്റെ ആത്മാവിനെ ആഴത്തിൽ സ്പർശിച്ചു. വളരെ പ്രചോദനമായൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇഷാൻ കൂട്ടിച്ചേർത്തു, വളർന്നുവരുന്ന ഒരു യുവതാരത്തെ സംബന്ധിച്ച് ലോകകപ്പ് നേടിയ തന്റെ ക്യാപ്റ്റൻ സ്വന്തം നേട്ടങ്ങൾക്ക് മുകളിൽ അവനെ പ്രതിഷ്ഠിക്കുകയും ലോകത്തിനു മുന്നിൽ അവനെ ഒരു നായകനാക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയൊരു അഭിമാന നിമിഷം വേറെ എന്തുണ്ട്? കമ്മിൻസ് ഭായ് ഇന്ന് എനിക്ക് നൽകിയത് വെറുമൊരു ലോഹ ട്രോഫി മാത്രമല്ല, മറിച്ച് എന്റെ കരിയറിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു പാറ പോലെ ഉറച്ചു നിൽക്കാൻ എനിക്ക് കരുത്ത് നൽകുന്ന അചഞ്ചലമായ മാനസിക പ്രചോദനവും ഒരു സഞ്ജീവനിയുമാണ്. ഇഷാനിന്റെ ഈ വാക്കുകൾ സ്റ്റേഡിയത്തിൽ ഒരു നിശബ്ദത പടർത്തുക മാത്രമല്ല, വരും ദശകങ്ങളിൽ ക്രിക്കറ്റ് പുസ്തകങ്ങളിൽ ഒരു വലിയ മാതൃകയായി രേഖപ്പെടുത്താൻ പോകുന്ന കായികക്ഷമതയുടെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെയും ഒരു പുതിയ നിർവചനം തന്നെ എഴുതി ചേർത്തു. സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന ടീം ഇന്ന് നിൽക്കുന്ന സുവർണ വിജയങ്ങളുടെ കൊടുമുടിക്ക് പിന്നിൽ ലോകോത്തര കളിക്കാരുടെ അസാമാന്യ പ്രതിഭയോ കായികക്ഷമതയോ മാത്രമല്ല, മറിച്ച് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് വളരെ ബുദ്ധിപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഓരോ കളിക്കാരനും സ്വന്തം താൽപര്യങ്ങൾ മാറ്റിവെച്ച് മറ്റൊരാളുടെ വിജയത്തിനായി ജീവൻ നൽകാൻ പോലും തയ്യാറാകുന്ന തികച്ചും നിസ്വാർത്ഥവും പോസിറ്റീവും പ്രചോദനമായ ആ അന്തരീക്ഷമാണെന്ന് ഇഷാൻ കിഷനിന്റെ ഹൃദയം പിളർക്കുന്ന ഈ പ്രസ്താവന ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കി.
തൊണ്ടയിടറിക്കൊണ്ട് ഇഷാൻ മറ്റൊരു വലിയ രഹസ്യം കൂടി വെളിപ്പെടുത്തി. പവർ പ്ലേയുടെ തുടക്കത്തിൽ പന്ത് ടൈം ചെയ്യാൻ പാടുപെടുകയും റൺസ് കണ്ടെത്താനാകാതെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ക്യാപ്റ്റൻ കമ്മിൻസ് അദ്ദേഹത്തിലുള്ള വിശ്വാസം നിലനിർത്തുക മാത്രമല്ല, ഡഗ്ഔട്ടിൽ നിന്ന് പ്രത്യേകം ഒരു രഹസ്യ സന്ദേശവും അയച്ചു. ശാന്തനായിരിക്കുക, സ്വന്തം സാങ്കേതികതയിൽ വിശ്വസിക്കുക, യാതൊരു ഭയവുമില്ലാതെ കളിക്കുക എന്നായിരുന്നു ആ സന്ദേശം. ക്യാപ്റ്റന്റെ ആ വിശ്വാസവും ചെറുതും ശക്തവുമായ ആ സന്ദേശവുമാണ് എന്റെ പരിഭ്രാന്തിയെ മറികടക്കാനും മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച വെറും 32 പന്തിൽ 55 റൺസ് എന്ന ആ മാന്ത്രിക ഇന്നിംഗ്സ് കളിക്കാനും തന്നെ സഹായിച്ചതെന്ന് ഇഷാൻ സമ്മതിച്ചു. പാറ്റ് കമ്മിൻസിന്റെ സമാനതകളില്ലാത്ത ഈ വലിയ മനസ്സിനും ഇഷാനിന്റെ കണ്ണുകളിൽ നിന്നൊഴുകിയ ആ പവിത്ര കണ്ണുനീരിനും മുന്നിൽ ഇന്ന് സമൂഹമാധ്യമങ്ങളിലെ ഓരോ പ്ലാറ്റ്ഫോമുകളിലും വികാരങ്ങളുടെ ഒരു വലിയ സുനാമി തന്നെ അലയടിക്കുകയാണ്. ക്രിക്കറ്റ് ലോകത്തെ ഓരോ ഇതിഹാസവും ഓരോ വിദഗ്ധനും ഓരോ ചെറിയ ആരാധകനും ഇന്ന് ഒരേ സ്വരത്തിൽ പാറ്റ് കമ്മിൻസിന്റെ ക്യാപ്റ്റൻസിക്കും അദ്ദേഹത്തിന്റെ നേതൃത്വ പാടവത്തിനും മുന്നിൽ തല കുനിച്ച് സല്യൂട്ട് ചെയ്യുന്നു. ഒരു ലോക ചാമ്പ്യനായ ക്യാപ്റ്റൻ തന്റെ വ്യക്തിഗത പ്രതാപവും പ്രശസ്തിയും മാൻ ഓഫ് ദ മാച്ച് പോലൊരു പുരസ്കാരവും വളരെ നിസ്സാരമായി ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ ജൂനിയറായ ഒരു കളിക്കാരന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ അവനെ മുന്നോട്ട് നിർത്തുമ്പോൾ ആ ടീം വെറും ഒരു കായിക ടീം മാത്രമല്ലാതായി മാറുന്നു എന്നും മൈതാനത്ത് ഏത് എതിരാളിക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു അജേയ ശക്തിയായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുവെന്നും വലിയ ക്രിക്കറ്റ് വിദഗ്ധർ പോലും ഇപ്പോൾ ആഴത്തിൽ വിശ്വസിക്കുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇപ്പോൾ വെറും 11 കളിക്കാരുടെ ഒരു ടീം മാത്രമല്ല, മറിച്ച് സന്തോഷങ്ങൾ പങ്കുവയ്ക്കുക, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം കൈകോർക്കുക, വിജയത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുന്നതിനു പകരം അത് പരസ്പരം സമർപ്പിക്കുകയും ചെയ്യുന്ന തകർക്കാനാകാത്ത സ്നേഹം നിറഞ്ഞ ഒരു വലിയ കുടുംബമായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഈ വികാരഭരിതമായ രംഗം. അതുകൊണ്ട് ഈ കളിയോട് അതിരറ്റ അഭിനിവേശമുള്ള എന്റെ പ്രിയപ്പെട്ട വിശ്വസ്തരായ ക്രിക്കറ്റ് ആരാധകരെ, ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് തന്റെ വ്യക്തിഗത പുരസ്കാരം യുവതാരമായ ഇഷാൻ കിഷന് സന്തോഷമായി കൈമാറിയതിനെയും തുടർന്ന് ഇഷാൻ നൽകിയ ഹൃദയഭേദകവും എന്നാൽ തികച്ചും അഭിമാനകരവുമായ ആ വാക്കുകളെക്കുറിച്ചും ഉള്ള നിങ്ങളുടെ സത്യസന്ധവും വ്യക്തിഗതവുമായ അഭിപ്രായം എന്താണ്? പാറ്റ് കമ്മിൻസ് ഇന്ന് കളിയുടെ അന്തസ്സും ധാർമ്മികതയും നേതൃത്വത്തിന്റെ മാനദണ്ഡങ്ങളും മറ്റാർക്കും എളുപ്പത്തിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു പുതിയ ഉന്നതിയിൽ എത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ ക്രിക്കറ്റ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലപ്പെട്ടവും സത്യസന്ധവുമായ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന ഞങ്ങളുടെ കമന്റ് ബോക്സിൽ റെസ്പെക്ട് ഫോർ കമ്മിൻസ് ലീഡർഷിപ്പ് എന്നും ഇമോഷണൽ ഇഷാൻ എന്നും എഴുതുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.